ചക്രപാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 3 കറണ്ട് അഫെയറിൻ്റെ സീരീസിലായിട്ട് നമ്മൾ കണ്ടത് ചോദ്യപേപ്പറും അതിൻ്റെ വിശകലനങ്ങളുമാണ്. 3 ചോദ്യപേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ 4ാമത്തെ ചോദ്യപേപ്പർ ദേവസ്വം ബോർഡിൻ്റെ കഴകം തളി ചോദ്യപേപ്പറാണ്. 4/2/2024 ഈ എക്സാം നടന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? അതായത് ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണെന്നാണ് ചോദ്യം. ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ്. അപ്പോൾ ഡോക്ടർ സത്യഭാമ ദാസ് ബിജു ആണ് ഇന്ത്യയുടെ തവള മനുഷ്യൻ, ഫ്രോഗ് മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വിശേഷണങ്ങളുള്ള മനുഷ്യന്മാരെ നോക്കിയാലോ. കേരളത്തിൽ അല്ലെങ്കിൽ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചെറുവയൽ രാമൻ. നെല്ലച്ചൻ എന്ന് പറയുന്നത് ചെറുവയൽ രാമനെയാണ്. അതേസമയം ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ശകുന്തള ദേവിയാണ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവിയാണ്. ഒരു പ്രശസ്തയായ ഗണിതശാസ്ത്രജ്ഞയായിരുന്നു ശകുന്തള ദേവി. ഇനി റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? ISROയുടെ മുൻ ചെയർമാനായ കെ ശിവനാണ്. കെ ശിവൻ 9ാമത്തെ ISRO ചെയർമാനാണ്. അതേസമയം ISROയുടെ 10ാമത്തെ ചെയർമാനാണ് ഡോക്ടർ S സോമനാഥ്. അപ്പോൾ സോമനാഥ് ISROയുടെ 10ാമത്തെ ചെയർമാനും 5ാമത്തെ മലയാളി ചെയർമാനുമാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ? ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ISROയുടെ ആദ്യത്തെ ചെയർമാൻ. ISRO രൂപീകരിച്ചത് 1969 ഓഗസ്റ്റ് 15 കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 1969 ഓഗസ്റ്റ് 15. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, നെല്ലച്ചൻ ചെറുവയൽ രാമൻ, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവി, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ. അതേസമയം റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ ഋതു കരിതാൽ ശ്രീവാസ്തവയാണ്. ഋതു കരിതാൽ ശ്രീവാസ്തവ. അപ്പോൾ ഋതു കരിതാൽ ശ്രീവാസ്തവ നമുക്കറിയാം ISROയിലെ ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ഭാഗമായ വനിതയാണ് ഋതു കരിതാൽ ശ്രീവാസ്തവ. ഇനി വരുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് 2002-2007 കാലയളവിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞ് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസ് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് വാട്ടർ മാൻ ഓഫ് ഇന്ത്യ. വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര സിംഗ് ആണ്. ഡോക്ടർ രാജേന്ദ്ര സിംഗ് വാട്ടർ മാൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ രാജേന്ദ്ര സിംഗ്. അതേസമയം മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ശ്രീധരനെയാണ്. മെട്രോ മാൻ ശ്രീധരൻ. അങ്ങനെയാണെങ്കിൽ മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ആരാണ്? മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് PV സതീഷ്. 2 പേരെ നമുക്ക് പറയാം. ഒന്ന് PV സതീഷ്, രണ്ടാമത്തെ ആള് ഖാദർ വാലി. ഖാദർ വാലി. ഖാദർ വാലി. PV സതീഷിനെയും ഖാദർ വാലിയെയുമാണ് മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. PV സതീഷ്, ഖാദർ വാലി. ഈ ഖാദർ വാലി കഴിഞ്ഞ മാസമാണ് അന്തരിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2024 അന്തരിച്ച വ്യക്തിയാണ് ഖാദർ വാലി. അദ്ദേഹത്തിന് നൽകിയ വിശേഷണവും മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ 2 പേരാണ്, PV സതീഷും ഖാദർ വാലി. ഇനിയുള്ളത് പക്ഷി മനുഷ്യൻ. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് 2 പേരുണ്ട്. ഒരാളിനെ നിങ്ങൾക്ക് അറിയാം, സലീം അലി. സലീം അലിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തട്ടേക്കാടാണ് സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആളാണ് ബാൽ പാണ്ഡി. ബാൽ പാണ്ഡി. ബാൽ പാണ്ഡി. ബാൽ പാണ്ഡി. ബാൽ പാണ്ഡിയും പക്ഷി മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാടുകാരനാണ് ബാൽ പാണ്ഡി. അപ്പോൾ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന 2 പേരാണ് ബാൽ പാണ്ഡിയും സലീം അലിയും. ഈ വക കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു തന്നപ്പോൾ സലീം അലിയെ കുറിച്ച് പറഞ്ഞു. തട്ടേക്കാടാണ് സലീം അലിയുടെ പേരുള്ള പക്ഷി സങ്കേതം. തട്ടേക്കാട് ഏത് ജില്ലയിലാണ്? തട്ടേക്കാട് എറണാകുളം ജില്ലയിലാണ്. തട്ടേക്കാട് എറണാകുളത്താണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യം പറയാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ക്രിക്കറ്റ്, കബഡി, ഫുട്ബോള്, ടെന്നീസ്. ഇതിനകത്ത് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ മത്സരമാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരമാണ്, ഫുട്ബോൾ ടൂർണമെൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL, ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നതും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് തന്നെയാണ്. ഇനി ലോകത്തേക്ക് പോകുമ്പോൾ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. ഫിഫ വേൾഡ് കപ്പ് അത് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. FA കപ്പ്. ഈ വക കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവന് തിരിച്ച് ചോദ്യം സന്തോഷ് ട്രോഫി ആയതുകൊണ്ട് നമുക്ക് സന്തോഷ് ട്രോഫി ഒന്ന് നോക്കിയിട്ട് പോവാം. ആദ്യത്തെ സന്തോഷ് ട്രോഫി നടന്നത് ഏത് വർഷമാണ്?
1941 ആദ്യത്തെ സന്തോഷ് ട്രോഫി നടന്നത്. ആദ്യത്തെ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് 1941 നടന്നത് ബംഗാളിലാണ്. ബംഗാളിന്റെ ടീം തന്നെയാണ് വിജയിച്ചതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 7 തവണ കേരളം നേടിയിട്ടുണ്ട്. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. 1973 കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയത്. അന്നത്തെ ക്യാപ്റ്റനെ ചോദിച്ചിട്ടുണ്ട്. TKS മണിയാണ് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിത്തന്ന കേരളത്തിൻ്റെ ക്യാപ്റ്റൻ. അതേപോലെ അവസാനമായിട്ട് കേരളം സന്തോഷ് ട്രോഫി നേടിയത് ഏത് ടൂർണമെൻറ്റിലാണെന്ന് ചോദിച്ചാൽ 2021-22 കാലയളവിൽ നടന്ന ടൂർണമെൻറ്റാണ്. എന്തുകൊണ്ടാണ് 2021-22 എന്ന് ഞാൻ പറഞ്ഞത്? അതിൻ്റെ കാരണം 2021 വർഷത്തിൻ്റെ അവസാനം ഏകദേശം നവംബർ മാസത്തിൽ ആരംഭിച്ച് 2022 ജനുവരി മാസത്തോടെ പൂർത്തിയാക്കുന്ന ടൂർണമെൻറ്റാണ് സന്തോഷ് ട്രോഫി. അതുകൊണ്ടാണ് വർഷം അങ്ങനെ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ 2021-22 സീസൺ വിജയിച്ചത് കേരളമാണ്. അതിനുശേഷം 2022-23 ടൂർണമെൻറ്റ് നടന്നത്, ആ വേദിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ വേദി എന്ന് പറയുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നടക്കുന്നത് 2022-23 സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ തലസ്ഥാനം റിയാദാണെന്ന് നമുക്കറിയാം. സൗദി അറേബ്യ ഒരു ഏഷ്യൻ രാജ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2022-23 നടന്ന സൗദി അറേബ്യയിൽ നടന്ന ടൂർണമെൻറ്റിലെ വിജയ് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. കർണാടകയുടെ ടീമാണ് വിജയിച്ച ടീം കർണാടക. അതിനുശേഷം 2023-24 ടൂർണമെൻറ്റ് 2023-24 ടൂർണമെൻറ്റ് നടന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ്. അരുണാചൽ പ്രദേശിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് പേമ കാണ്ടു. സീറോ വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശിലാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കൻ എക്സ്ട്രീം പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ എക്സ്ട്രീം പോയിന്റ് ആയ കിബുത്തുവും അരുണാചൽ പ്രദേശിലാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി തിരിച്ച് മത്സരത്തിലേക്ക് വരാം. അപ്പോൾ 2022-23 ടൂർണമെൻറ്റ് 2023-2024 ടൂർണമെൻറ്റ് നടന്നത് അരുണാചൽ പ്രദേശിലാണെന്ന് ഞാൻ പറഞ്ഞു. അത് വിജയിച്ച ടീം ചോദിച്ചാൽ സർവീസസ് ആണ് വിജയിച്ചത്. ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണെന്ന് ചോദിച്ചാൽ ഗോവൻ ടീമിനെ പരാജയപ്പെടുത്തി സർവീസസ് ആണ് വിജയിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 2024-25 ടൂർണമെൻറ്റ് നടന്നു വരികയാണ്. ഇതിൻ്റെ ഫൈനൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഹൈദരാബാദിലാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സന്തോഷ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഫുട്ബോളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞത്. ആകെ ഫുട്ബോൾ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 90 മിനിറ്റാണ്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റാണ്. ഒരു ടീമിൽ ആകെ എത്ര കളിക്കാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ 11 കളിക്കാരാണ്. ഒരു ടീമിൽ 11 കളിക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സമയം ഫുട്ബോൾ ഗ്രൗണ്ടിൽ എത്ര കളിക്കാരുണ്ടാകും എന്ന് ചോദിച്ചാൽ അത് 22 കളിക്കാരാണ്. കാരണം 11 പേര് ഒരു ടീമിൽ നിന്നും മറ്റ് 11 പേര് മറ്റ് ടീമിൽ നിന്നും. ഇപ്പോൾ ബ്രസീലും അർജന്റീനയും തമ്മിൽ മത്സരം നടക്കുന്നു. ബ്രസീലിലെ 11 പേരും ഒരു സമയം ഗ്രൗണ്ടിലുണ്ടാവും. അർജന്റീനയിലെ 11 പേരും സമയത്ത് കളത്തിലുണ്ടാവും. അപ്പോൾ 22 പേര് ഒരു സമയം ഗ്രൗണ്ടിൽ ഉണ്ടായിരിക്കും എന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 11 കളിക്കാർ, ഒരു ടീമിലെ കളിക്കാർ 11 ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പണ്ടേ പഠിക്കുന്ന കാര്യമാണ് HCF കോഡ്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇത് ഏത് തന്നെ നോക്കിയാലും 11 കളിക്കാരാണ് ഉണ്ടായിരിക്കുന്നതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക ഒരു ടീമിൽ. ഇനി നമ്മൾ നോക്കേണ്ടത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളാണ്. ഒന്ന് IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. അത് ഇന്ത്യക്കകത്ത് നടക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് IPL. അപ്പോൾ IPL ടൂർണമെൻറ്റ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇറാനി കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. ആഷസ് കപ്പ്, ഏറ്റവും ചെറിയ ക്രിക്കറ്റ് ട്രോഫി കൊടുക്കുന്ന മത്സരമാണ് ആഷസ്. അപ്പോൾ ആഷസ് കളിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. അതുകൂടാതെ മറ്റ് രണ്ടെണ്ണമാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. ബോർഡർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ ഒരു കളിക്കാരനായിരുന്നു. ഗവാസ്കർ എന്ന് പറയുന്നത് ഇന്ത്യൻ കളിക്കാരനുമാണ്, സുനിൽ ഗവാസ്കർ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയും മത്സരിക്കുന്ന ട്രോഫിയെ പറയുന്നതാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. BORDER ആണ് ബോർഡർ ഗവാസ്കർ ട്രോഫി. ഇനി അടുത്ത്
മണ്ടേല ഗാന്ധിജി ട്രോഫി, ഗാന്ധി മണ്ടേല ട്രോഫി എന്നറിയപ്പെടുന്നത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ മത്സരിക്കുന്ന മത്സരങ്ങളെയാണ് മണ്ടേല ഗാന്ധി ട്രോഫി എന്നറിയപ്പെടുന്നത്. അതും ചോദിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട മത്സരമാണ്. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് കബഡി. ഒരു കബഡി ടീമിൽ ഉള്ള അംഗങ്ങളെ ചോദിച്ചാൽ 7 പേരാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം, ബംഗ്ലാദേശിൻ്റെ വിനോദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കബഡിയാണ്. ഒരു ടീമിൽ 7 കളിക്കാരുണ്ടായിരിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ കബഡി ലീഗ്, അത് പേരിൽ നിന്ന് തന്നെ കിട്ടും, പരീക്ഷയ്ക്ക് ചോദിക്കാനും പോകുന്നില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പ്രോ കബഡി ലീഗ് കബഡിയുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെൻ്റ് ആണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്തുണ്ടായിരുന്ന ലാസ്റ്റ് ഓപ്ഷനാണ് ടെന്നീസ്. ടെന്നീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്, ഗ്രാൻഡ് സ്ലാമിൻ്റെ വിജയികൾ, 4 ടൂർണമെൻറ്റിനെ കുറിച്ചുള്ള വിജയികളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു ഇനമാണ് ഗ്രാൻഡ് സ്ലാം. ഗ്രാൻഡ് സ്ലാം ഒരു കളിയാണ് ഗ്രാൻഡ് സ്ലാം, അല്ലെങ്കിൽ ഡേവിസ് കപ്പ്. ഡേവിസ് കപ്പ് എന്നൊക്കെ പറയുന്നത് ടെന്നീസുമായി ബന്ധപ്പെട്ട മത്സരങ്ങളെയാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ പൂർത്തിയാക്കിയത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 3ാമത്തെ ചോദ്യം, 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ ടൈപ്പ് ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാണ്. ഇതിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് കെ സച്ചിദാനന്ദൻ, പി വത്സല, സി രാധാകൃഷ്ണൻ, ഡി സേതുമാധവൻ. ഇതിൽ ശരിയായ ഉത്തരം 2022 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എ സേതുമാധവനാണ്. അപ്പോൾ സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അടയാളങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ, കൈമുദ്രകൾ, പാണ്ഡവപുരം. ഇതെല്ലാം സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഓപ്ഷനകത്തുണ്ടായിരുന്നതാണ് പി വത്സല. പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി, ചിത്രലേഖ. ഈ ചിത്രലേഖ എന്ന് പറയുന്നത് പി വത്സലയുടെ അവസാനത്തെ ഒരു കൃതിയാണ്, മരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയ ഒരു കൃതിയാണെന്ന് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ നിഴലുറങ്ങുന്ന വഴികൾ, നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതിയും പി വത്സലയുടേതാണെന്ന് ഒന്ന് ഓർക്കുക. ഇനി നെല്ലിലെ കഥാപാത്രങ്ങളെ PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. നെല്ലിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മല്ലൻ, മാര. അപ്പം മല്ലൻ, മാര പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ പി വത്സലയുടെ കൃതിയാണ്. ഏതിലാണെന്ന് ചോദിച്ചാൽ നെല്ല്, നെല്ല് എന്ന കൃതി മല്ലൻ, മാര, മല്ലൻ, മാരയാണ് അതിലെ കഥാപാത്രങ്ങൾ. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് കെ സച്ചിദാനന്ദൻ. നമുക്കറിയാം കെ സച്ചിദാനന്ദനാണ് നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ. നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണ് കെ സച്ചിദാനന്ദൻ. അടുത്ത അവസാനത്തെ ഓപ്ഷനാണ് സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. തീക്കടൽ കടഞ്ഞ് തിരുമധുരം അത് എഴുത്തച്ഛനുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. തീക്കടൽ കടഞ്ഞ് തിരുമധുരം. പിന്നെ മറ്റൊരു കൃതിയാണ് മുമ്പേ പറക്കുന്ന പക്ഷികൾ. മുമ്പേ പറക്കുന്ന പക്ഷികളും സി രാധാകൃഷ്ണന്റെ കൃതിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തു വയ്ക്കേണ്ട പോയിന്റ് 2023 ONV പുരസ്കാരം നേടിയതും ഇദ്ദേഹമാണ്, സി രാധാകൃഷ്ണനാണ്. 2023 ONV പുരസ്കാരം നേടിയതും സി രാധാകൃഷ്ണനാണ്. ഇനി നമുക്ക് ആ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ഓർഡർ നോക്കാം. ആദ്യമായിട്ട് 1993 എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം 1993 നേടിയത് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. അതിനുശേഷം എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ നൽകുന്നു. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. 5 ലക്ഷം രൂപയാണെന്നൊന്ന് ഓർത്തു വയ്ക്കുക. കേരള സർക്കാരാണ് ഈ പുരസ്കാരം നൽകുന്നത്, കേരള ഗവൺമെൻറ് ആണ് നൽകുന്നത്. ഇനി അടുത്ത് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാണ് പി വത്സല. 2021 ലഭിച്ചത് പി വത്സല. 2022 എ സേതുമാധവൻ. 2023 SK വസന്തൻ. 2023 SK വസന്തൻ. 2024 ലഭിച്ചത് NS മാധവൻ. NS മാധവൻ. അതിൽ NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഹിഗ്വിറ്റ. ഹിഗ്വിറ്റ എന്ന് പറയുന്നത് NS മാധവന്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഹിഗ്വിറ്റ. അതുകൂടാതെ ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. അതുകൂടാതെ വൻമരങ്ങൾ വീഴുമ്പോൾ. വൻമരങ്ങൾ വീഴുമ്പോൾ എന്നുള്ളതും NS മാധവന്റെ കൃതിയാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കിയത്. ഇനി നാളിതുവരെ എത്ര വനിതകൾക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? ഇതുവരെ 5 വനിതകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് നേടിയത് ബാലാമണി അമ്മ. ഒന്നാമത് നേടിയത് ബാലാമണി അമ്മ. രണ്ടാമത് മാധവിക്കുട്ടി. മൂന്നാമത് സുഗതകുമാരി. 4 ഡോക്ടർ M ലീലാവതി. 5-മത് പി വത്സല. പി വത്സലയ്ക്ക് ലഭിച്ചത് 2021.
അപ്പോൾ 5 പേരെ ഒരിക്കൽ കൂടെ പറയുന്നു. ബാലാമണി അമ്മ, മാധവിക്കുട്ടി, സുഗതകുമാരി, 4ാമത്തെ ആള് ഡോക്ടർ എം ലീലാവതി, 5ാമത്തെ ആള് പി വത്സല. ആ പേരുകളോട് നിന്ന് ഓർത്ത് വയ്ക്കുക. 4ാമത്തെ ചോദ്യം, ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശരി ഉത്തരം കവച് ആണ്. കവച് എന്ന സംവിധാനമാണ് റെയിൽവേ ട്രെയിനുകൾ കൂട്ടിയിടിക്കാതിരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി എന്നൊന്ന് ഓർക്കുക, കവച്. അപ്പോൾ ആരാണ് നിലവിലെ റെയിൽവേ മന്ത്രി? നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവ് ആണ് നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പോകുന്നത് കുറച്ച് ചരിത്ര ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ 1853 വന്നത് നമുക്കറിയാം. 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ. റൂട്ട് ഏതൊക്കെയായിരുന്നു? ബോംബെ താനെ റൂട്ട്. ബോംബെ താനെ റൂട്ടിൽ 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവീസ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇന്ത്യയുടെ വൈസ്രോയ് ഡൽഹൌസി ആയിരുന്നെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ വന്നത് 1861 1861 ബേപ്പൂർ തിരൂർ റൂട്ട്. ബേപ്പൂർ തിരൂർ റൂട്ടിൽ 1861 ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ. അപ്പോൾ 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ വന്ന റൂട്ട് ബേപ്പൂർ തിരൂരാണ്. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫെയർ ഫാക്റ്റുകളിലൂടെ അവിടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ മെട്രോ വന്നത് കൊൽക്കത്തയിലാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്തയിലാണ്. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ വന്നത് കൊച്ചിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 2023 ഏപ്രിൽ 25 ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ മണ്ഡലം വാരണാസിയിലാണെന്നും വാരണാസി ഉത്തർപ്രദേശിലാണെന്നും നിങ്ങൾക്ക് അറിയാം. കേരളത്തിൽ വാട്ടർ മെട്രോ വന്നത് 2023 ഏപ്രിൽ 25 കേരളത്തിലെ വാട്ടർ മെട്രോ. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോയും കേരളത്തിൽ തന്നെയാണ് 2023 ഏപ്രിൽ 25. ആ ദിവസം ഏപ്രിൽ 25 2023 തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് വന്നത്. 2023 ഏപ്രിൽ 25 എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് ഏത് റൂട്ടിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വാരണാസി ഡൽഹി റൂട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡൽഹി വാരണാസി റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ്. അതിനുശേഷം 2023 ഏപ്രിൽ 25 കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് വന്നത്. അന്ന് തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമുക്ക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ പറയാനുള്ളത്. അങ്ങനെ 4 ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തത് പൂർത്തിയാക്കി. 5ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: ജഗദീപ് ധൻഖർ, വെങ്കയ്യ നായിഡു, ആരിഫ് മുഹമ്മദ് ഖാൻ, ദ്രൗപദി മുർമു. ഇതിൽ ശരിയായ ഉത്തരം നമുക്കറിയാം, ജഗദീപ് ധൻഖർ ആണ് ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി. അദ്ദേഹം ഈ സ്ഥാനത്തെത്തുന്നതിന് മുമ്പ്, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഏത് പദവിയാണ് വഹിച്ചിരുന്നത്? ഇപ്പൊ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങളാണ് PSC നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പ് ഇരുന്നത് ആരായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം ഇതിനു മുമ്പ് ഏത് പദവിയാണ് വഹിച്ചത്? ഈ ടൈപ്പ് ചോദ്യമാണ് PSC ചോദിക്കുന്നത്. അപ്പോൾ നിലവിൽ ജഗദീപ് ധൻഖർ ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു. ജഗദീപ് ധൻഖർ പശ്ചിമ ബംഗാളിലെ, വെസ്റ്റ് ബംഗാളിലെ ഗവർണറായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിലവിൽ ആരാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി? നിലവിൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. അതുകൂടാതെ ഒരു മലയാളിയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഗവർണർ. അതാരാണെന്ന് ചോദിച്ചാൽ CV ആനന്ദ ബോസാണ്. CV ആനന്ദ ബോസാണ് നിലവിലെ പശ്ചിമ ബംഗാളിലെ ഗവർണർ എന്ന് ഓർക്കുക. നിലവിലെ പശ്ചിമ ബംഗാളിലെ ഗവർണറാണ് CV ആനന്ദ ബോസ്. അപ്പോൾ ജഗദീപ് ധൻഖർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് വെങ്കയ്യ നായിഡു ആയിരുന്നു. വെങ്കയ്യ നായിഡു. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 2 തവണ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ചോദിച്ചാലും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. അതാണ് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ഇനി രാജ്യസഭയെ തന്നെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറയുക. രാജ്യസഭ തന്നെയാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നും പറയുക.
ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭയുമായിട്ടുള്ള ബന്ധം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെ ആയിരിക്കും രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അതായത് രാജ്യസഭയുടെ ചെയർമാൻ തന്നെയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. അങ്ങനെയാണെങ്കിൽ ഉപരാഷ്ട്രപതി ആകാൻ വേണ്ടുന്ന പ്രായം എത്രയാണ്? ഇന്ത്യയിൽ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ ഗവർണറോ ആകാനുള്ള പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ്. 35 വയസ്സാണ്. അതേസമയം രാജ്യസഭയിലെ ഒരു അംഗത്തിന് വേണ്ടുന്ന കുറഞ്ഞ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 30 വയസ്സാണ്. രാജ്യസഭാ അംഗത്തിന്റെ കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഉപരാഷ്ട്രപതിയുടേത് 35 വയസ്സാണ്. ഇനി ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ എന്ന് പറഞ്ഞത് സ്ഥിരം സഭയാണ്. എന്നാൽ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പറഞ്ഞത് ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ജന്മം സ്ഥലം ചോദിച്ചാൽ രാജസ്ഥാനാണ്. അതേസമയം ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഏത് സ്ഥാനമാണ് വഹിച്ചതെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് വെങ്കയ്യ നായിഡു. വെങ്കയ്യ നായിഡു ഞാൻ നേരത്തെ പറഞ്ഞു ആന്ധ്രാപ്രദേശുകാരനാണ്. BJPയുടെ മുൻ ദേശീയ അധ്യക്ഷനൊക്കെ ആയിട്ടുണ്ട് വെങ്കയ്യ നായിഡു. അപ്പോൾ ജഗദീപ് ധൻകറിന് തൊട്ട് മുൻപ് ആരായിരുന്നു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു ആണ്. ആന്ധ്രാപ്രദേശുകാരനാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ നിലവിൽ കേരള ഗവർണറാണ്. 2019 മുതൽ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയാണ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് ജനനം. അതുകൂടാതെ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ കേരളത്തിന്റെ ഗവർണർ സ്ഥാനം വഹിക്കുകയാണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അവസാനത്തെ ഓപ്ഷനാണ് ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു നമുക്കറിയാം ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയാണ്. സന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ് ദ്രൗപദി മുർമു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു? അത് പ്രതിഭാ ദേവി സിംഗ് പാട്ടീലാണ്. പ്രതിഭാ ദേവി സിംഗ് പാട്ടീൽ 2007 മുതൽ 2012 കാലയളവ്. അതേസമയം 2012-2017 കാലയളവിൽ പ്രണവ് മുഖർജി ആയിരുന്നു. 2017-2022 കാലയളവിൽ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. 2022 മുതൽ 2027 വരെയാണ് ദ്രൗപദി മുർമുവിന്റെ കാലാവധി. ഇപ്പോൾ ദ്രൗപദി മുർമു സന്താൾ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. ദ്രൗപദി മുർമു ഒഡീഷയിൽ നിന്നുള്ള ഒരു മന്ത്രിയായിരുന്നു. ഒഡീഷയിൽ മന്ത്രിയായിരുന്നു, പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്നു. അതിനുശേഷം ജാർഖണ്ഡിന്റെ ഗവർണറായിട്ടും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡിന്റെ ഗവർണറായ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഓപ്ഷനിൽ ദ്രൗപദി മുർമു ഉണ്ടെങ്കിൽ അതാണ് ശരി ഉത്തരം. ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയാണ്. അതേസമയം ബീഹാറിന്റെ ഗവർണർ ആയ ശേഷം, അപ്പോൾ ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വനിതയാണ് ദ്രൗപദി മുർമു. അതേസമയം രാംനാഥ് കോവിന്ദ് ബീഹാറിന്റെ ഗവർണറായ ശേഷമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായത്. ഇപ്പോൾ രാംനാഥ് കോവിന്ദ് ബീഹാറിന്റെ ഗവർണറായ ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആയതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഇതുവരെ പൂർത്തിയാക്കിയത്. ഇനി ഒരു ചോദ്യം കൂടി, ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ 64. ആർട്ടിക്കിൾ 64 പറയുന്നതാണ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. അപ്പോൾ ആർട്ടിക്കിൾ 64 എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ തന്നെയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 64. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ട് 5 കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് പാർട്ട് 5. ആർട്ടിക്കിൾ 52 മുതൽ 151 വരെ. അപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 64 ഏത് പാർട്ടിൽ വരും? പാർട്ട് 5 വരും. ഈ പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി 6ാമത്തെ ചോദ്യം, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏത് വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: വയോജനങ്ങൾ, വനിതകൾ, ഭിന്നശേഷിക്കാർ, തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾ. ഇതിൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏത് വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? അത് തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്കാണ്. തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക്. അപ്പോൾ അതുപോലെ യുവാക്കൾക്കുള്ള മറ്റൊരു പദ്ധതിയാണ് PM
കൗശൽ വികാസ് യോജന, PM കൗശൽ വികാസ് യോജന ആർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ അത് യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു ഓപ്ഷനകത്ത് ഉണ്ടായിരുന്നതാണ് വയോജനങ്ങൾ. വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരെന്ന് പറഞ്ഞാൽ 60 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവരെയാണ് നമ്മൾ വയോജനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കേന്ദ്ര പദ്ധതികൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ അവർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് എൽഡർലി ലൈൻ. എൽഡർലി ലൈൻ ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ് 14567. 14567 എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോൾ ഫ്രീ നമ്പറാണ് 14567. പിന്നെ രണ്ടാമതൊരു ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് PM വയാ വന്ദന സ്കീം. PM വയാ വന്ദന സ്കീം. PM വയാ വന്ദന സ്കീം. PM വയാ വന്ദന സ്കീം. PM വയാ വന്ദന സ്കീം എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. PM വയാ വന്ദന കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുക. ഇത് PMJAY അതായത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്കകത്ത് ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുക. 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ ചികിത്സ എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന ഇത് മുതിർന്ന പൗരന്മാരായി കഴിയുമ്പോൾ അവർ ആദ്യമേ ചെറുപ്പകാലത്ത് കുറച്ച് തുക ഇതിൽ നിക്ഷേപിക്കും. അതിനുശേഷം ഒരു പെൻഷൻ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് ഭിന്നശേഷിക്കാർ. നമുക്കറിയാം ഡിസംബർ 3-നാണ് ലോക ഭിന്നശേഷി ദിനമെന്ന് നമുക്കറിയാം. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3 ഇന്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഡിസംബർ 3. അവർക്ക് വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ ഒരു ഇൻഷുറൻസ് സ്കീമാണ് നിരാമയ. നിരാമയ എന്നുള്ളത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളൊരു ഇൻഷുറൻസ് സ്കീമാണ്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനാണ് വനിതകൾ. നമുക്കറിയാം ലോക വനിതാ ദിനം എന്ന് പറയുന്നത് മാർച്ച് 8 ലോക വനിതാ ദിനം. അതേസമയം ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ദേശീയ വനിതാ ദിനം ഫെബ്രുവരി 13. ഇനി ഏപ്രിൽ 13 ജനനി ജന്മ സുരക്ഷാ ദിനം. ജനനി ജന്മ സുരക്ഷാ ദിനം ഏപ്രിൽ 13. അത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഏപ്രിൽ 13 ജനനി ജന്മ സുരക്ഷാ ദിനം എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മുദ്രാ ലോൺ എന്തുമായി ബന്ധപ്പെട്ടാണ്? മുദ്രാ ലോൺ എന്ന് പറയുന്നത് ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു ലോണാണ് മുദ്രാ ലോൺ. മുദ്രാ ലോൺ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് വേണ്ടി നൽകുന്ന ലോണാണ് മുദ്രാ ലോൺ എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങളാണ് ഇതുവരെ പൂർത്തിയാക്കിയത്. അടുത്ത് 7ാമത്തെ ചോദ്യം, കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഓപ്ഷൻസ് ഇവയൊക്കെയാണ്: P രാജീവ്, GR അനിൽ, ശ്രീമതി ചിഞ്ചു റാണി, VN വാസവൻ. ഇതിലെ സഹകരണ വകുപ്പ് മന്ത്രി നിലവിൽ VN വാസവനാണ്. നിലവിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവനാണ്. സഹകരണം കൂടാതെ തുറമുഖം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും VN വാസവനാണ്. ഏറ്റുമാനൂരാണ് VN വാസവന്റെ മണ്ഡലം. ഏറ്റുമാനൂർ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ് VN വാസവന്റെ മണ്ഡലം എന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ തുറമുഖം സഹകരണം കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്. ഇത് 15ാം കേരള നിയമസഭയാണ്. 15ാം കേരള നിയമസഭയാണ്. കേരള നിയമസഭയുടെ സ്പീക്കറാണ് AN ഷംസീർ. AN ഷംസീർ. മണ്ഡലം ചോദിച്ചാൽ തലശ്ശേരി. തലശ്ശേരി മണ്ഡലമാണ് കേരള സ്പീക്കറുടെ മണ്ഡലം എന്നുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ നിയമസഭയിലെ ആദ്യത്തെ പ്രോടൈം സ്പീക്കർ അല്ലെങ്കിൽ ഈ നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ ആരായിരുന്നു ചോദിച്ചാൽ അത് PTA റഹീം. PTA റഹീം ആയിരുന്നു ഈ 15ാം നിയമസഭയിലെ പ്രോടൈം സ്പീക്കർ എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനകത്തുള്ള മറ്റൊരു ഓപ്ഷനായിരുന്നു ശ്രീമതി ചിഞ്ചു റാണി. ചിഞ്ചു റാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം. മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ചിഞ്ചു റാണിയാണ്. മണ്ഡലം ചോദിച്ചാൽ ചടയമംഗലം. മണ്ഡലം ചോദിച്ചാൽ ചടയമംഗലം കൊല്ലം ജില്ലയാണ്. ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് ശ്രീ GR അനിൽ. GR അനിൽ ഭക്ഷ്യം, സിവിൽ സപ്ലൈസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. നെടുമങ്ങാടാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് GR അനിലിന്റെ മണ്ഡലം ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്.
ഇതാണ് ഇതിനകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും. ഇനി ഇതിനകത്തുള്ള വേറൊരു ഓപ്ഷനാണ് പി രാജീവ് കളമശ്ശേരിയിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നിയമം, വ്യവസായം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പി രാജീവ് എന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അതേപോലെ വൈദ്യുതി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. വനം കൈകാര്യം ചെയ്യുന്നത് AK ശശീന്ദ്രൻ. അതേസമയം ഗതാഗതം കൈകാര്യം ചെയ്യുന്നത് KB ഗണേഷ് കുമാറാണ്. ആണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത 8ാമത്തെയും ഈ ചോദ്യപേപ്പറിലെയും അവസാനത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ശരി ഉത്തരം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. എന്തുകൊണ്ടാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയതെന്ന് ചോദിച്ചാൽ, എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിനെ ഇടുക്കിയിലെ ഇടമുലക്കുടിയോട് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇടുക്കി ജില്ല ഏറ്റവും വലിയ ജില്ലയായി മാറിയതെന്ന് ഓർത്ത് വയ്ക്കുക. 2ാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ പാലക്കാട്. ഏറ്റവും ഒടുവിലാണ് ഏറ്റവും വലിപ്പം കുറഞ്ഞ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ഇടുക്കിയിലാണ് നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയർ ഫാക്റ്റ് ഉണ്ട്. തൊട്ടിയാർ പദ്ധതി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയിലാണ്. തൊട്ടിയാർ പദ്ധതി ഇടുക്കി ജില്ലയിലാണ്. അതിൻ്റെ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 40 മെഗാവാട്ടാണ്. 40 മെഗാവാട്ടാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട്, ഇടുക്കി അണക്കെട്ട് ഇവയെല്ലാം ഇടുക്കിയിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ 4 ദേശീയോദ്യാനങ്ങൾ ഇടുക്കിയിലാണുള്ളത്. ആ 4 ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമുടിച്ചോല. ഇരവികുളം, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ആനമുടിച്ചോല ഈ 4 ഇടുക്കിയിലുള്ളതാണെന്നൊന്ന് ഓർത്ത് വയ്ക്കുക ദേശീയോദ്യാനങ്ങൾ. അതേസമയം സൈലന്റ് വാലി വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാടാണ് കേരളത്തിലെ 2ാമത്തെ വലിയ ജില്ല. അപ്പോൾ സൈലന്റ് വാലി ഉള്ളത് പാലക്കാടാണ്. SC വിഭാഗം ഷെഡ്യൂൾഡ് കാസ്റ്റ് കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാലും അത് പാലക്കാടാണ്. അതേസമയം ഷെഡ്യൂൾഡ് ട്രൈബ് കൂടുതലുള്ളത് വയനാടാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. വയനാടാണ് ഷെഡ്യൂൾഡ് ട്രൈബ് കൂടുതൽ. ഇനി ഇതിനകത്തുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷനാണ് കോഴിക്കോട്. നമുക്കറിയാം പ്രാചീന കാലത്ത് കുക്കിട ക്രോഡം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടാണ്. അതുപോലെ ഒളവണ്ണ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. നമുക്കറിയാം പാലോട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അത് കൂടാതെ മറ്റൊരു ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഒളവണ്ണ. അപ്പോൾ ഒളവണ്ണ ബൊട്ടാണിക്കൽ ഗാർഡനും കോഴിക്കോടാണ്. ഇനി ജല മ്യൂസിയം എവിടെയാണ്? അത് കുന്നമംഗലത്താണ്. കുന്നമംഗലം എന്ന് പറയുന്നത് കോഴിക്കോടാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കോഴിക്കോട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുക്കിട ക്രോഡം എന്നറിയപ്പെടുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിമാരാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തുണ്ടായിരുന്ന അവസാന ഓപ്ഷനാണ് ആലപ്പുഴ. നമ്മൾ ആലപ്പുഴ ജില്ലയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏറ്റവും ചെറിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കുറവ് വനമുള്ളത് ആലപ്പുഴയാണ്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായ കുട്ടനാട് സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴ ജില്ലയിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.